മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി കെ രാജനാണ്. അദ്ദേഹം പ്രസാദ് ഉടുമ്പശ്ശേരിക്കൊപ്പമുണ്ട്. പ്രസാദെ, മന്ത്രി ഒപ്പമുണ്ട്. ഇത് പൂരങ്ങളുടെ നടത്തിപ്പുകാരൻ കൂടിയാണ്. തീർച്ചയായും സതിലക്ഷ്മി, ഇവിടെ ഓരോ നിമിഷം കഴിയുമ്പോഴും തിരക്കും ആവേശവും എല്ലാം തന്നെ കൂടുന്നു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം മന്ത്രി കെ രാജൻ കൂടി ചേരുന്നുണ്ട്. പൂരാവേശം അങ്ങ് നിറയാണ്, ഗംഭീരമാണ്. പൂരാവേശം എന്ന് പറഞ്ഞാൽ ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് മുതൽ തന്നെ നഗരം മുഴുവൻ പൂർണ്ണമായി പൂരതാളത്തിലായി. ഇനി നമ്മുടെ ഓരോ ശ്വാസഗതിക്കും ഓരോ നടപ്പിനും ഇരിപ്പിനും ഒക്കെ ഒരു താളമുണ്ട്. ആ താളം തൃശ്ശൂർ ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ അവകാശപ്പെടുന്ന ഒരു താളമാണ്. ആ താളത്തിലേക്ക് തൃശ്ശൂർ പോകുകയാണ്. ആ താളമായിരിക്കും ഇനി തൃശ്ശൂരിനെ കുറേ സമയത്തേക്ക് നയിക്കാൻ പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സിംഫണി. ലോകത്ത് എവിടെയും ഇല്ലാത്ത ചെമ്പടിയും പാണ്ടിയും നടപ്പാണ്ടിയും പഞ്ചാരിയും പഞ്ചവാദ്യവും ഒക്കെ കാണാൻ കഴിയുന്ന ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ ഒരുപക്ഷെ ലോകത്തിന് മറ്റെവിടെയും അവകാശപ്പെടാൻ പറ്റാത്തതുപോലെ അതിഗംഭീരമായി അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു അസുലഭ അവസരമാണ്. വേറെ ഒരു തരത്തിലും പ്രയാസങ്ങളില്ലാത്ത വിധം അതിഗംഭീരമായി ഓരോ പൂരാസ്വാദകനും ജീവിതത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന അസാമാന്യമായിട്ടുള്ളൊരു ഇടമായിട്ട് ഇത് മാറുക. ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക വെച്ചാൽ ഈ കഴിഞ്ഞ തവണ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഇത്തവണ ഈ സർക്കാരിൻ്റെ ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ ഗംഭീരമായ ഒരുക്കങ്ങളാണ്. ഒരു വിവാദത്തിനും ഇടയില്ല. വിവാദങ്ങൾ ചിലത് തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഭാഗമായിട്ട് ഉയർത്തെഴുന്നേറ്റതാണ്. അതുകൂടി ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ സൗകര്യമുണ്ട്. ഇവിടെ ഗവൺമെൻറ്റിന് ഏതെങ്കിലും വിധത്തിലുള്ള ലാഭനഷ്ടങ്ങളുടെ കണക്കില്ല. എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ച് ഓരോ വകുപ്പിനും അതിൻ്റേതായിട്ടുള്ള ചുമതല നിർവഹിക്കാനുണ്ട്. ആ ചുമതലകൾ ഏറെ ആവേശപൂർവ്വം ഏറെ മനോഹരമായിട്ടും നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഗംഭീരപൂരമായിട്ട് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമവും മാറി. മാത്രമല്ല 10-12,000 ആളുകൾക്ക് പുതിയതായി റോട്ടിൽ ഇറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാൻ പറ്റുന്ന വിധത്തിൽ സർക്കാരും ജില്ലാ ഭരണകൂടവും കൂടി അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പൂരം എന്ന് പറയുന്നത് ഇപ്പം ഈ തൃശ്ശൂർക്കാരോട് പ്രത്യേകിച്ച് ചോദിക്കണ്ട. ഈ പൂരം എന്ന് പറയുമ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് മാറ്റി കഴിഞ്ഞാൽ തൃശ്ശൂർക്കാരെന്നുള്ള നിലയ്ക്ക് എന്താണ് മനസ്സിൽ നിറയുന്നത് പൂരാനുഭവങ്ങൾ തന്നെ. ഇപ്പോൾ നടത്തിപ്പുകാരനായി. നേരത്തെ പൂരാസ്വാദകനായിരുന്നു. അപ്പോൾ എല്ലാം കാണാനും എല്ലാത്തിനോടും കൂടിച്ചേരാനും പറ്റും. ഇപ്പോൾ 7-ാം തീയതി ഉച്ചയ്ക്ക് ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ പൂരത്തിൻ്റെ മനോഹാരിത തന്നെ ഏറ്റവും പ്രധാനം. ചേട്ടനെ മൈക്കേൽപ്പിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് റിലീവ് ചെയ്യും. പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകനും നടത്തിപ്പുകാരനും ഈശ്വര വഴിയിൽ വെച്ച് കാണാം. നടത്തിപ്പുകാരനാണെങ്കിലും നടത്താനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളാണ് പോയത് ബഹുമാനപ്പെട്ട മന്ത്രി. അപ്പോൾ എന്തായാലും ഈ മഴയുടെ ഒരു ഭീഷണി അങ്ങോട്ട് ഒഴിയാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അതാണ് വടക്കുന്നാഥനെ പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങ് പെയ്തു പോവുകയും വീണ്ടും ആകാശം തെളിയുകയും ചെയ്യും. അതാണല്ലോ പ്രതീക്ഷ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേ ഈ 36 മണിക്കൂർ ഇപ്പോൾ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തോടുകൂടി 36 മണിക്കൂർ പൂരം എന്നാണല്ലോ പറയാം. അപ്പം ഈ ശരിക്കും 36 മണിക്കൂറിൽ എന്തെല്ലാമാണ് മനസ്സിൽ? 36 മണിക്കൂർ ഇല്ല ശരിക്കും. നാളെ രാവിലെ ഒരു 7 മണി മുതൽ മറ്റന്നാൾ ഉച്ചയ്ക്ക് 12 മണി വരെ എനിക്ക് തോന്നുന്നു 30 മണിക്കൂറല്ലേ അങ്ങനെ. അതെന്താ വെച്ചാൽ ഈ ഘടകങ്ങൾ ആണല്ലോ ഇതിൻ്റെ പ്രത്യേകത. 2 പ്രബലരായ 2 പൂരങ്ങൾക്ക് വരാനുള്ള അതിമനോഹരമായ വീതി ഒരുക്കുകയാണ് ഈ ഘടകപൂരങ്ങൾ. യഥാർത്ഥത്തിൽ അതൊരു മാസ്റ്റർ ഡിസൈനിങ് ആണ്. കൊച്ചു അതായത് 10 കിലോമീറ്റർ ചുറ്റളവുള്ള കൊച്ചു പൂരങ്ങൾ വന്ന് ഇതാ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വിളംബരം കൊടുക്കുന്ന പോലെയാണ്. അതായത് ആദ്യം കണിമംഗലം വരുന്നു, പിന്നെ ചെമ്പൂക്കാവ് വരുന്നു, പനമക്കുമ്പള്ളി വരുന്നു, കാരമുക്ക് വരുന്നു. പൂരവിളംബരം ഇന്ന് നടത്തുന്ന നെയ്തലക്കാവ് ഏറ്റവും അവസാനം വരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പാറമേക്കാവിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ്, അതിനു മുമ്പ് മഠത്തിൽ നിന്നുള്ള വരവ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു വലിയ പാത, അതായത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഈ കുടമാറ്റം. അപ്പോൾ ഒരു സ്ഥലത്ത് ദേവവാദ്യമായ പഞ്ചവാദ്യം കൊട്ടിക്കയറുന്നു, മറ്റൊരു സ്ഥലത്ത് അസുരവാദ്യം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ പറയുന്നത് വേണ്ട എന്നാണ് ഇപ്പോൾ പറയുന്നത്. പാണ്ടിമേളം കൊട്ടിക്കയറുന്നു. 2 ഡിഫറൻ്റ് ആയിട്ടുള്ള മേളങ്ങൾ കൊണ്ടൊരു അന്തരീക്ഷം തീർത്തുകൊണ്ട് ദേവീദേവന്മാർ പരസ്പരം കണ്ടുമുട്ടുന്നു. ഒരു മേളം പുറത്ത് കിടക്കുന്നുണ്ട്, അത് ഇടിവെട്ടാണ്. അവിടുത്തെ സാമ്പിൾ നടന്നുകൊണ്ടിരിക്കും. ഇത് കേരളം മുഴുവൻ ഇന്നുണ്ടെന്നാണ് കേട്ടത് സാമ്പിൾ വെടിക്കെട്ട്. പക്ഷെ നല്ല ശബ്ദമല്ലേ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെടാത്തത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ. അകാലത്ത് പെയ്യുന്ന മഴ, പെയ്യുമ്പോൾ അതിശക്തമാകുന്ന മഴ. പക്ഷേ ഈ മഴ പെയ്യുന്നതിനേക്കാൾ ഗംഭീരമായ രീതിയിലായിരിക്കും നാളെ പഞ്ചവാദ്യ മേള മഴ
ഇവിടെ പെയ്യുക. ഇലഞ്ഞിത്ര മേളവും പഞ്ചവാദ്യം മഠത്തിലെ വരവൊക്കെ നടക്കുക. അപ്പോൾ ഈ ഇടിവേക്കാൾ വലിയ രീതിയിലാണ് വെടിക്കെട്ട് ഒരുങ്ങുക. എന്തായാലും എല്ലാത്തിനും വടക്കുന്നാഥൻ അനുഗ്രഹിക്കട്ടെ. ഈ പൂരത്തിനെ വരവേറ്റുകൊണ്ട് ഒരു 2 വരി. അതെ, പൂരത്തിനെ വരവേറ്റുക എന്ന് പറഞ്ഞാൽ പൂരം പൊടി പൂരം, തൃശ്ശൂരിൽ പൂരം പൂരം, ചെണ്ടകളുടെ മണ്ടയിൽ അടിപിടി കൈകോലുകൾ തുള്ളും പൂരം, കുട്ടവയറൻ മദ്ദളം അവനുടെ ഇരുപുറവും തകൃതിപ്പൂരം, തിത്തകൃതിപ്പൂരം, തിരുതകൃതിപ്പൂരം, തൃശ്ശിവ പേരൂർ പൂരം. താങ്ക് യു സോ മച്ച്. അതാണ് പൂരത്തിന്റെ ആവേശം എന്നുള്ളത്. അതെ, വെറും വൈബ്. ഇപ്പോൾ ഇവിടെ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇടിമിന്നലുണ്ട്, ഇടി വെട്ടുന്നുണ്ട്. എന്തായാലും ഇത്തവണത്തെ പൂരം എല്ലാം കൊണ്ടും ആവേശം നിറയുമെന്ന് തന്നെയാണ് മന്ത്രിയായ കെ രാജൻ, അതോടൊപ്പം തന്നെ ജയരാജ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഓരോ നിമിഷം കഴിയുമ്പോഴും ആളുകളുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചു വരുന്നു, ആവേശം കൂടുന്നു. ഈ പൂര വിളംബരം കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ആ സമയമാകുമ്പോൾ ഈ തെക്കേ ഗോപുര നടക്ക് മുന്നിൽ എത്തുക. ഓക്കെ പ്രസാദിലേക്ക് മടങ്ങിയെത്താൻ